السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തസ്ഹീഹുൽ ഫിഖ് എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഫിഖ് പഠന ക്ലാസ്സിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ശുറൂത്തു സ്വലാ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന അധ്യായത്തിൽ 11ാമത്തെ ഉപാധ്യായം 7ാമത്തെ ഷർത്ത് ഖിബിലയ്ക്ക് മുന്നിടുക എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത്. അതിൽ ചില മസ്അലകൾ നമ്മൾ വായിച്ചു. ഖിബിലയ്ക്ക് മുന്നിടുക നിർബന്ധമാണ് എന്ന കാര്യം പറഞ്ഞു. അത് വാഹനത്തിലോ മറ്റേത് സന്ദർഭത്തിലോ ആണെങ്കിലും ഖിബില എന്നത് അസ്ലിയായി നിർബന്ധമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. എന്നാൽ യാത്രയിലുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഖിബില നിർബന്ധമില്ല എന്നും നമ്മളവിടെ മനസ്സിലാക്കി. ഇനി അങ്ങനെ സുന്നത്ത് നിസ്കാരം ഖിബിലയ്ക്ക് അല്ലാതെ നിസ്കരിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ഖിബിലയ്ക്ക് തിരിയണം എന്ന ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അഭിപ്രായം ശരിയല്ല. നബിയിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ആ വിഷയത്തിൽ വന്ന റിപ്പോർട്ടാവട്ടെ സ്വഹിയല്ലതാനും. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരമാണെങ്കിൽ തുടക്കം മുതലേ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാം യാത്രക്കാരന് എന്നാണ് അവസാനം വായിച്ച 1526ാമത്തെ മസ്അല. ഇനി നമുക്ക് വായിക്കാനുള്ളത് 1527 കണ്ടല്ലോ അല്ലേ. മസ്അല. ഇപ്പം നബിയുടെ കാലത്ത് മൃഗങ്ങളെയാണ് വാഹനമാക്കി ഉപയോഗിക്കുന്നത്. അപ്പം തൻ്റെ വാഹനം തിരിഞ്ഞിടത്തേക്ക് നബി തങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ചു സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞു. അത് മൃഗത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്തപ്പോഴാണ്. അതേ വിധി തന്നെ നൽകപ്പെടും. കുല്ലു മാ യുർകബു അലൈഹി മിമ്മാ ജുദ്ദ ഫീ ഹാദൽ അസ്ർ. ഇക്കാലത്ത് പുതുതായി വന്ന ഏതൊക്കെ വാഹനമുണ്ടോ ആ വാഹനങ്ങൾക്കെല്ലാം അതേ ഹുക്കുമാണ്. അപ്പോൾ കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തോ പോയെങ്കിൽ മാത്രമുള്ള ഒരു നിയമമല്ല എന്നർത്ഥം. മുസാഫിറിനുള്ള ഒരു ഇളവാണ്. ഒരു മുസാഫിറാണെങ്കിൽ ആ യാത്രക്കാരൻ വാഹനപ്പുറത്ത് സഞ്ചരിക്കവേ സുന്നത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ ആ വാഹനം ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റും. മുസാഫിറിന് വാഹനപ്പുറത്ത് നിസ്കരിക്കുമ്പോഴുള്ള ഇളവാണത്. കസയ്യാറാത്തി വസുഫനി വത്വാഇറാത്തി വൽഖിത്വാറാത്തി വഗൈരിഹ. കാറുകൾ, കപ്പലുകൾ, വിമാനങ്ങൾ, തീവണ്ടികൾ തുടങ്ങിയ ഏതും ഖിയാസൻ അല ദാബ. അതിലേക്ക് തെളിവെന്താണെന്ന് വെച്ചാൽ ദാബത്തിന് മേൽ പറ്റുമെന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് ഖിയാസാക്കിക്കൊണ്ടാണ്. നബി ഞങ്ങൾ കഴുതപ്പുറത്ത് അങ്ങനെ നിസ്കരിച്ചു, അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് നിസ്കരിച്ചു. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഖിബില നോക്കേണ്ടതില്ല എന്ന ഇളവ് കിട്ടിയത്? കഴുതായതുകൊണ്ടാണോ അതോ മുസാഫിറായതുകൊണ്ടാണോ? മുസാഫിറായതുകൊണ്ടാണ്. കഴുതക്കുള്ള സ്പെഷ്യൽ നിയമമൊന്നുമല്ലത്. അപ്പം മുസാഫിറിനുള്ള ഇളവാണ്. അപ്പം മുസാഫിർ യാത്രയിലാണോ വാഹനത്തിലാണോ ആ വാഹനത്തിൽ സുന്നത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ അവർക്കുള്ള ഇളവാണ്. എങ്കിൽ അത് ഏത് വാഹനം ഉപയോഗിച്ച് യാത്ര പോവുകയാണെങ്കിലും ആ ഇളവ് മുസാഫിർ നിലക്ക് അവർക്ക് ലഭിക്കും. ഇനി 1528ാമത്തെ മസ്അല. ഹാദൽ ഹുക്മു ഖാസുൻ ബിർറാകിബി ദൂനൽ മാശി വബിൽ മുസാഫിരി ദൂനൽ റാകിബി ദാഖില മദീനത്തിൻ കബീറ വനഹ്വിഹാ. ഈ പറഞ്ഞ വിധി ഇത് ഖാസുൻ, ഇത് പ്രത്യേകമായ വിധിയാണ് ബിർറാകിബി, വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് മാത്രം.
ദൂനൽ മാസി നടന്നു പോകുന്ന ഒരാൾക്കല്ല. നടന്ന് യാത്ര പോകും, മുസാഫിറാണ്, നടന്ന് ഹജ്ജിന് പോകുന്ന മനുഷ്യന്മാർ. അങ്ങനെ നടന്ന് ഒരാൾ ദീർഘമായി യാത്ര ചെയ്യുന്നു. എന്നാൽ ആ നടത്തത്തിനിടയിൽ അയാൾക്ക് എങ്ങനെ സുന്നത്ത് നിസ്കരിക്കുകയാണ്, ഖിബിലൊന്നും നോക്കാതെ അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. വാഹനപ്പെടുത്ത് പോകുമ്പോഴേ, കാരണം ഈ നടക്കുന്ന ആളെ സംബന്ധിച്ച് നിന്ന് ഖിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഒരു പ്രയാസമില്ല. അയാൾക്ക് എവിടെ നിൽക്കാം, ഖിബില നോക്കാം, ഖിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം, അതിന് പ്രയാസമില്ല. അതുകൊണ്ട് അയാൾക്ക് ഇളവില്ല. ഇത് യാത്രക്കാരന് വാഹനത്തിലാകുമ്പോൾ മാത്രമുള്ള ഇളവാണ്. അതേപോലെ ഒബിൽ മുസാഫിരി, മുസാഫിറിന് മാത്രമുള്ളതുമാണ്. അതായത് ഖാസുൻ ബിൽ മുസാഫിർ അർത്ഥം. ഇത് ഖാസാണ്. ഒന്ന് ബിർ റാക്കിബി, റാക്കിബിന് ഖാസാണ്. ഒബിൽ മുസാഫിരി, മുസാഫിറിനും ഖാസായ നിയമമാണ്. ദൂനർ റാക്കിബി, വാഹനത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കുള്ള നിയമമല്ല. ഇവിടെ ദാഖില മദീനത്തിൻ കബീര വനഹ്വിഹ, ഇപ്പോൾ ടൗണിൽ ഇവിടെ വണ്ടിയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കറങ്ങുകയാണ്, അയാൾ മുസാഫിറൊന്നുമല്ല. ഒരു പച്ചക്കറിയും മീനൊക്കെ വാങ്ങാൻ വേണ്ടി പോയി അയാൾ വാഹനത്തിലിങ്ങനെ ടൗണിലിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഖിബില നോക്കേണ്ടതില്ല എന്നുണ്ടോ? ഇല്ല. അപ്പോൾ വാഹനത്തിലായാൽ പോരാ, മുസാഫിറായാലും പോരാ, രണ്ടും കൂടെ ഒന്നിച്ച് വേണം. മുസാഫിറുമാണ് അതോടൊപ്പം വാഹനത്തിലുമാണ് എങ്കിൽ ആ വാഹനത്തിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ മാത്രമുള്ള ഇളവാണ് ഖിബില നോക്കേണ്ടതില്ല എന്ന്. വാഹനത്തിൽ ഫർളാണെങ്കിലോ ഈ നിയമം ബാധകമല്ല. കഴിഞ്ഞ പറഞ്ഞു ഇല്ല, സുന്നത്തിന് വേണ്ട. അതുപോലെ നബി തൻ്റെ വാഹനം എങ്ങോട്ട് തിരിഞ്ഞോ അങ്ങോട്ട് നിസ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസം പറഞ്ഞത്. വഹാദാ ഖൗലുൽ ജംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. അപ്പോൾ ചില പണ്ഡിതന്മാർക്കൊക്കെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ജംഹൂർ എന്ന് പറഞ്ഞത്. എന്നാൽ താഴെ നമ്പർ 3 കാണാം. ബൽ ഹക്ക ബഅദു അഹ്ലിൽ ഇൽമി അൽ ഇജ്മാഅ അലാ അന്നഹു ലാ യജൂസു ലിൽ മുഖീമി അത്തത്വയ ഗൈരി ഖിബല ലാ റാകിബൻ വലാ മാശിയ. യാത്രക്കാർ അല്ലാത്ത ഒരാൾക്കാണെങ്കിൽ സുന്നത്ത് നിസ്കാരം ഇങ്ങനെ നിസ്കരിച്ചാൽ ജായിസാവുകയില്ല എന്ന കാര്യത്തിൽ ഇജ്മാ വരെ ഉണ്ട്. അപ്പം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അർത്ഥം. യാത്രക്കാർ അല്ലാത്ത ഒരാൾക്ക് ഇത് പറ്റും എന്നിവിടെ ഇല്ല. യാത്രക്കാർക്ക് മാത്രമുള്ള ഒരു ഖാസായ ഹുക്മാകുന്നു ഇത്. ലിഅന്നൽ മാശിയ കസീറുൽ ഹറക, കാരണം നടക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ധാരാളമായി ഇറങ്ങിക്കൊണ്ടിരിക്കും അയാൾ. ബിഖിലാഫി റാക്കിബ്, ഒരു വാഹനപ്പുറത്ത് പോണ പോലല്ല. ഒരു കാറിൽ പോകുമ്പോൾ അയാൾ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണല്ലോ. നടന്നു പോകുന്ന ഒരാളതല്ലേ, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വസ്സലാത്തു മത്ലൂബും ഫീഹ അൽ ഖുശൂഅ്, നിസ്കാരമാവട്ടെ അതിൽ ഖുശൂ ആണല്ലോ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ ഖുശൂ ആണ്. വഹാദാ ഗൈറു മുതയസ്സിൻ ലിൽ മാശി, നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഖുശൂഅോടുകൂടി നിസ്കരിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ കഴിയുന്ന കാര്യമല്ല. വലിഅന്ന ഗൈറൽ മുസാഫിരി സഫറ ഖസ്റിൻ ലാ തതൂലു മുദ്ദത്തുഹു ഗാലിബ, മാത്രമല്ല ഖസ്റിൻ്റെ യാത്രയൊന്നും അല്ലാത്ത ഒരു ചെറിയ യാത്രയ്ക്ക് പോകുന്ന ആളെ സംബന്ധിച്ച് ആ യാത്രാ സമയം അത് അത്ര അധികം നീണ്ടതായി ആവുകയുമില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു അരമണിക്കൂർ ഒന്ന് ടൗണിൽ പോയി സാധനം വാങ്ങി പോരാൻ വേണ്ടി പോയി, അതൊന്നും ഇപ്പോൾ അയാൾക്ക് അങ്ങനെ അതിനിടയ്ക്ക് ഒരു നിസ്കരിക്കേണ്ട സാഹചര്യമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞ് പോയിട്ട് നിസ്കരിക്കാം, ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കാം, അതൊക്കെ സാഹചര്യം അയാൾക്ക് ഉണ്ടാവും. ഫലാ യൽഹഖു മശഖത്തുൻ, അയാളെ സംബന്ധിച്ച് പ്രയാസമില്ല. ഫിൽ ഇത്തിയാനി ബിൽ ഇസ്തിഖ്ബാലി വറുകൂഇ വസ്സുജൂദ്, ഖിബ്ലക്ക് തിരിയാനും റുകൂഉം സുജൂദും എല്ലാം കൃത്യമായി നിർവഹിക്കാനും ഒന്നും അയാൾക്ക് പ്രയാസമില്ല. അതുകൊണ്ടും അയാൾക്ക് ഇളവില്ല. ഇനി അതിനൊക്കെ പുറത്ത് വന്നസ്സു ഇന്നമാ വറദ ഫിസ് സഫർ, മാത്രമല്ല ഇത് പ്രമാണങ്ങൾ വന്നതാവട്ടെ യാത്രയുടെ വിഷയത്തിൽ മാത്രമാണ് താനും. നിലച്ച് നടക്കുന്ന ഒരാൾക്കും പറ്റുമെന്ന് വന്നാൽ നമുക്ക് അംഗീകരിക്കാം. യാത്രക്കാർ അല്ലാത്തൊരാൾക്കും അങ്ങനെ ചെയ്യാമെന്ന് വന്നാൽ അത് അംഗീകരിക്കാം. ഇത് ആകെ പ്രമാണങ്ങളിൽ വന്നത് യാത്രക്കാരൻ്റെ വിഷയം മാത്രമാണ് താനും. ഫ യുഖ്തസറു അലൈഹി, അതുകൊണ്ട് തന്നെ പിന്നെ അതിൽ പരിമിതപ്പെടുക എന്നതാണ് പ്രധാനം. വഹുവ ഐദുൻ ഖാസും ബിന്നാഫില, മാത്രവുമല്ല ഇതാവട്ടെ സുന്നത്തിന് പ്രത്യേകമായതാണ് താനും. ഇത് സുന്നത്തിന് മാത്രമുള്ള കാര്യവുമാണ്, ഫർളിൽ ഇല്ല. അമ്മൽ ഫരീള,
എന്നാൽ ഫർളായ കാര്യം ഫലാ യജൂസു അദാഉഹ അല റാഹില, ഫർളാവട്ടെ വാഹനപ്പുറത്ത് വെച്ച് നിസ്കരിക്കൽ ജായിസല്ല. അത് നിലത്താണ് നിസ്കരിക്കേണ്ടത്. തുമയത്ത് അടങ്ങി താമസിക്കൽ നിർബന്ധമാണ്. അത് റുക്കൂഉം സുജൂദും കൃത്യമായി നിർവഹിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് സാധാരണ കേസുകളിൽ ഒരാൾക്ക് അങ്ങനെ തൻ്റെ കാറിൽ നിന്നാണ് ഫർള് നിസ്കരിക്കുക, അത് പറ്റൂല. അത് വേറെ വഴിയില്ലെങ്കിൽ അപ്പം മാത്രമേ ഇളവാണ്. നിയമം അതിലില്ല. നിയമം അയാളെ സംബന്ധിച്ച് വാഹനപ്പുറത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഇല്ല. ഇല്ല ഇദാ കാന സയതമക്കനു മിൻ ഇസ്തിഖ്ബാലിൽ ഖിബ്ലത്തി ഫീ ജമീഇ സ്വലാ, നിസ്കാരത്തിന് മുഴുവനും ഖിബ്ലയ്ക്ക് തിരിയാൻ കഴിയുമെങ്കിലല്ലാതെ, വസയതമക്കനു മിൻ റുകൂഇ വസുജൂദി, റുകൂഉം സുജൂദും എല്ലാം ചെയ്യാൻ കഴിയുമെങ്കിലല്ലാതെ, വഹാദാ മുജ്മഉൻ അലൈഹി ഫിൽ ജുംല, ഇതിന് പൊതുവെ ഇജ്മാ ഉള്ള കാര്യമാകുന്നു. അങ്ങനത്തെ ഒരു വാഹനമാണ്. ഒരു വാഹനത്തിന് എല്ലാ സൗകര്യമുള്ളൊരു വാഹനം, അതിലയാൾ സാധാരണ വീട്ടിൽ നിസ്കരിക്കണ പോലെ നിസ്കരിക്കാൻ എല്ലാ സാഹചര്യവും ഉണ്ട്. അവിടെ റുക്കൂഉം സുജൂദൊക്കെ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല, ഇളകാതെയും കൃത്യമായി നിന്നുകൊണ്ടും നിസ്കരിക്കാൻ പറ്റാവുന്ന സാഹചര്യമുള്ള ഒരു വാഹനമാണ് എങ്കിൽ അയാൾക്ക് അവിടെ നിസ്കരിക്കാം. അല്ലാതെ സുന്നത്ത് നിസ്കാരത്തിൽ പറഞ്ഞതുപോലെ ഒരു വണ്ടി കയറിയാൽ ബസ്സിൽ നിസ്കരിക്കുക, കാറിൽ നിസ്കരിക്കുക, വേറൊന്നും നോക്കാതെ അവിടെ നിന്ന് ചെയ്താൽ മതി, അതൊന്നുമില്ല. അതൊക്കെ ഇറങ്ങി നിസ്കരിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ ഇറങ്ങി നിസ്കരിക്കുക. ജമ്മാക്കാൻ വകുപ്പുണ്ട്, ജമ്മാക്കാൻ കാത്തിക്കുക. കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പുണ്ട്, അവിടെ ഇറങ്ങി ഒരു അരമണിക്കൂർ ഒരു ഭക്ഷണം കഴിക്കാൻ നിർത്തും, എന്നാൽ അപ്പം നിസ്കരിക്കുക. അതിൽ കാത്തിക്കണയാൾ വേണ്ടത്. അല്ല അതൊന്നും നോക്കാതെ ബസ് നിസ്കരിച്ചാൽ മതി, കാർ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിലൊരു അലംഭാവം കാണിക്കുക എന്നുള്ളത് ഏതായിരുന്നാലും പറ്റുകയില്ല. കമാ യുസ്തസ്നാ മിൻ വുജൂബി ഇസ്തിഖ്ബാലിൽ ഖിബ്ല, ഇനി അതേപോലെ ഖിബ്ലക്ക് തിരിയൽ നിർബന്ധമാണെന്ന് പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കപ്പെടും അൽ ആജിസു അൽ ഇസ്തിഖ്ബാൽ, അങ്ങനെ മുന്നിടാൻ കഴിയാത്ത ഒരാൾക്ക് ഇതിൽ ഇളവുണ്ട്. ഒരു നിലക്കും ഒരാൾക്ക് ഖിബ്ലക്ക് തിരിയാൻ കഴിയില്ല, പല രൂപത്തിൽ വരാം. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണെങ്കിൽ ഒരാളിങ്ങനെ ഒരു ബന്ധിച്ചതാണ്, ഒരു സ്ഥലത്ത് കെട്ടിയിട്ടൊക്കെയാണ്, അയാൾക്കവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ആ നിർത്തത്തിൽ നിസ്കരിക്കാനേ പറ്റുള്ളൂ, നിവൃത്തില്ല, അയാൾക്ക് അങ്ങനെ നിന്നിട്ട് നിസ്കരിക്കാം. അല്ലെങ്കിൽ രോഗിയാണ്, ഖിബ്ലയുടെ ഭാഗത്തുകൾ തിരിക്കാനൊന്നും ആരുമില്ല, അയാൾ അങ്ങനെ അവിടെ ആ കിടന്ന കിടപ്പിലാണ്, അയാൾക്ക് അവിടെ കിടന്ന് നിസ്കരിക്കല്ലാതെ വേറെ മാർഗമില്ല. ഈ ഖൗഫിൻ, ഒന്നുകിൽ ഭയം കാരണം, ഔ ഗൈരിഹി, അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ, കഹാദിൽ മറദി, രോഗം ഉള്ള അവസ്ഥ പോലെ, വഹാദിൽ ഖിത്താലി ശദീദി, ശക്തമായ യുദ്ധത്തിന് സന്ദർഭം പോലെ, വഹാലി ഖൗഫി ഫവാത്തി റിഫ്ഖത്തിൻ ഔ ളിയാഇ മാലിൻ, സമ്പത്ത് നഷ്ടപ്പെടും, സഹയാത്രികൾ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ ഭയപ്പെടുന്നത് പോലെ ഒന്നിച്ചു ടീം യാത്ര പോവുകയാണ്, ഒരാൾ നിസ്കരിക്കണില്ല. നമ്മൾ നിസ്കരിക്കാൻ ഇറങ്ങിയാൽ ഓരോ നമ്മളെ കാത്തിക്കാതെ ഒരാൾ പോകും, വേറെ വഴിയൊന്നുമില്ല. ഓരോ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യാത്ര പ്രയാസമാണ് താനും. അപ്പോൾ നിവൃത്തില്ല, അവിടെ പിന്നെ നോക്കാതെ ഓരോ കൂടെ കൂടി നിസ്കരിക്കേണ്ടി. നിസ്കാരം ഒഴിവാക്കാണോ വേണ്ടത്, അതോ കിബില നോക്കാതെ നിസ്കരിക്കുകയാണോ വേണ്ടത് വെച്ചാൽ അപ്പോൾ കിബില നോക്കാതെ നിസ്കരിക്കാം. രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ നിസ്കാരം വേണ്ട നിൽക്കുക, അല്ലെങ്കിൽ പറ്റുന്ന പോലെ നിസ്കരിക്കാം. അപ്പം ചെയ്യേണ്ടത് പറ്റുന്ന പോലെ നിസ്കരിക്കുക. അപ്പം അത്തരം ഘട്ടത്തിലൊക്കെ അൽ ആജിസ്, അശക്തനായ മനുഷ്യൻ, കഴിവില്ലാത്ത ശേഷിയില്ലാതായ ആള്, അവർക്കതിൽ ഇളവുണ്ട്. ഔലി ഹിറാസത്തി മാ യുഖ്ഷ അലൈഹി, അല്ലെങ്കിൽ അവന് ഭയപ്പെടുന്ന വല്ലതുമൊക്കെ കാവൽ നിൽക്കുകയാണ്. മീൻ സരിഖത്തിനോ നഹ്വിഹ, മോഷ്ടിക്കപ്പെട്ടു പോകും. ഒരു സംഗതി അവിടെ വെച്ചിട്ട് ഓനെ നോക്കിയൽപ്പിച്ചാണ്. ഓക്കെ ഇവരേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം കഴിയുമ്പോഴത്തിന് ഇത് ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓനെ ചിലപ്പോൾ അവിടെ കവില വേണ്ട വെക്കേണ്ടി വരും. കാരണം ഇത് ഒരു അമാനത്താണ്. ഇതുപോലുള്ളതൊക്കെ ഇങ്ങനത്തെ മറ്റു നിർവാഹമില്ലാത്ത ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ്. അപ്പം നിയമം കിബില വേണം എന്നാണ്. ഇതൊന്നും നിയമമല്ല, ഇതൊക്കെ നിയമത്തിൽ നിന്നുള്ള ഇളവുകളാണ്, ഇസ്തിസ്നായാണ്, ഒഴിവാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, എക്സെപ്ഷൻ കേസ് മാത്രമാണ്. ഫയുസല്ലി ബിഹസബി ഹാലിഹി, അപ്പം അയാൾ നിസ്കരിക്കണം. ബിഹസബി ഹാലിഹി, അയാളുടെ അവസ്ഥക്കനുസരിച്ച് അയാൾ നിസ്കരിക്കുക. ഇനി ഒരു നൃത്തത്തിൽ കിബിലക്ക് തിരിയാൻ പറ്റി, സുജൂദൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തിരണം, ആയിക്കോട്ടെ, അപ്പം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് തെറ്റിപ്പോൾ ഓനെ ഏൽപ്പിക്കപ്പെട്ട വസ്തു പോലെയാണ്, ഓരോ ലേശം തെറ്റി നിസ്കരിക്കാൻ കഴിയും പിന്നെ ഭാഗത്തേക്ക്, ആയിക്കോട്ടെ, കോളേശം തെറ്റിയിട്ട് ഇങ്ങനെ നിസ്കരിക്കുക. ഇടയ്ക്കൊന്നും ഇങ്ങനെ തിരണം, ഇടയ്ക്ക് അങ്ങനെ തിരണം, എന്നങ്ങനെ ആവുക. അതാണ് ബിഹസബി ഹാലിഹി, അവൻ്റെ അവസ്ഥക്കനുസരിച്ച് അവൻ നിസ്കരിക്കുക. ഇതിനൊക്കെ പൊതുവായ നിയമ തെളിവ് ഫത്തഖുല്ലാഹ മസ്തതഅ്തും എന്ന ആയത്താണ്. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ള ഖുർആനിൽ പറഞ്ഞു.
ഇല്ലല്ല, അത് ഇളവാണ്. വാഹനത്തിൽ പോകുമ്പോൾ കിബില നിസ്കരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. കിബില നോക്കാതെ നിസ്കരിച്ചാലും നിസ്കാരത്തിന് കോട്ടമില്ല എന്നേ ഉള്ളൂ. അല്ല എടുക്കൽ നിർബന്ധമായി എടുക്കേണ്ട ഒരു ഇളവൊന്നുമില്ല അത്. ലിമാ റവൽ ബുഖാരിയു അൻ നാഫിഇൻ അൻ ഇബ്നു ഉമറ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹി ഉദ്ധരിക്കുന്നു, നാഫി റഹിമഹുല്ലാഹ് അൻ ഇബ്നു ഉമറ, ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു ദക്കറ സിഫത സ്വലാത്തുൽ ഖൗഫ്. സ്വലാത്തുൽ ഖൗഫിന്റെ രൂപം ഇബ്നു ഉമർ പറഞ്ഞു. സ്വലാത്തുൽ ഖൗഫ് എന്നാൽ ഭയമുള്ള സമയത്ത് നിസ്കാരം, യുദ്ധരംഗത്തൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ. അത് പറഞ്ഞപ്പോൾ മഖാൽ, ആ വിശദമായി ഇബ്നു ഉമർ പഠിപ്പിച്ചു കൊടുത്തു, ഭയമുള്ള സമയത്ത് എങ്ങനെ നിസ്കരിക്കണം. മഖാൽ, എന്നിട്ട് ഇബ്നു ഉമർ പറഞ്ഞു, ഫഇൻ കാന ഖൗഫുൻ ഹുവ അശദ്ദു മിൻ ദാലിക. ഇതിനേക്കാളും കഠിനമായ ഭയമാണെങ്കിൽ, ഭയം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കുന്ന രൂപമൊക്കെ പറഞ്ഞു, ഞാൻ അതിനൊന്നും പറ്റാത്ത അതികഠിനമായ ഭയമുള്ള ഘട്ടമാണെങ്കിൽ അവിടെ സ്വല്ലു റിജാലൻ ഖിയാമൻ അലാ അഖ്ദാമിഹിം ഔ റുക്ബാനാ, നടന്നുകൊണ്ടോ വാഹനത്തിലായിക്കൊണ്ടോ നിങ്ങൾ നിസ്കരിക്കുക. മുസ്തഖ്ബിലി അൽ ഖിബ്ലത്തി ഔ ഗൈരി മുസ്തഖ്ബിലിഹാ, ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടോ ഖിബ്ലക്ക് തിരിയാതെയോ എങ്ങനെയാണോ കഴിയാം അങ്ങനെ നിസ്കരിക്കുക. ഇതാണ് അപ്പം അതിലേക്കെല്ലാം ഉള്ള ഒരു അസ്വദ്. ഇത് സ്വലാത്തുൽ ഖൗഫാണ്. അല്ല, അപ്പം ആ നിലക്ക് അവിടെ എന്തുകൊണ്ട് ഇളവുണ്ടായി? യുദ്ധമായതുകൊണ്ടാണോ അതല്ല സാഹചര്യം അയാൾക്ക് അങ്ങനെ ആയതുകൊണ്ടാണോ? സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. അപ്പം സമാനമായ സാഹചര്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട്. ഒരാളെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു, അവിടെ തിരിഞ്ഞാൽ വീടേക്കൊന്നും നിൽക്കുകയാണ്, തിരിയാൻ പറ്റൂല, ആ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുക. ഞാൻ കിബിലേക്ക് നിസ്കാരം ശരിയാവില്ല, കൊന്നാലും വേണ്ടില്ല, ഞാൻ തിരിയാണല്ലോ, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആകെ അവിടെ കിബില ഒഴിവായി കിട്ടും. ഖാല നാഫിഉൻ, നാഫി പറയുന്നു, ലാ അറാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ദക്കറ ദാലിക ഇല്ലാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ ആണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇബ്നു ഉമർ ഏതായാലും സ്വന്തം പറഞ്ഞായിരിക്കില്ല, നബിയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടായിരിക്കും ഇബ്നു ഉമർ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു വിഷയം ഒരിക്കലും സ്വന്തമായി പറയില്ലല്ലോ, ദീനിൻ്റെ ഒരു നിയമമാണല്ലോ. അത് സഹാബിയും സ്വന്തമായി പറയില്ല. അപ്പോൾ ഇബ്നു ഉമർ നബിയിൽ നിന്ന് തന്നെ ആയിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് നാഫി റഹിമഹുല്ലാ പറയുന്നു. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. 1530 വയുൽഹഖു ബിദാലിക, ഇതിനോട് ചേർക്കപ്പെടും, ഈ പറഞ്ഞ ഈ ഇളവിനോട് ചേർക്കപ്പെടും, മാ ജുദ്ദ ഫി ഹാദൽ അസ്ർ മിൻ അഹ്വാലിൻ മുശാബഹ ലിമാ സബഖ, ഇതിനോട് സാദൃശ്യമുള്ള ഇന്ന് വന്ന പുതിയ പുതിയ കാര്യങ്ങൾ. ഇബ്നു ഉമറിൻ്റെ അടിമ മൗല ഇബ്നു ഉമർ, ഇബ്നു ഉമറിൻ്റെ അടിമയാണ് നാഫി. ഇബ്നു ഉമറിൻ്റെ ഹദീസ് അധികം റിപ്പോർട്ട് ചെയ്യൽ നാഫിയാണ്. ഇമാം മാലിക്കിൻ്റെ റിവായത്ത് ഏറ്റവും അധികം വരുന്ന റാവിയാണ് നാഫി. ഇമാം മാലിക് നാഫിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇമാം മാലിക് അധികം നാഫി ഇബ്നു ഉമറ എന്നാണ് അധികം റിപ്പോർട്ട് വരാറുള്ളതൊക്കെ. പിന്നെ അപ്പോൾ ഇതിനോട് സാദൃശ്യമായി ഇന്നുള്ള പുതിയ പുതിയ ഒരുപാട് സാഹചര്യം ഉണ്ടാവും. ഇതിപ്പോൾ അന്നത്തെ കാലത്തുള്ളത് പറഞ്ഞു, എന്നതുപോലെ ഇന്ന് പുതിയ കുറേ സാഹചര്യങ്ങൾ വരും ഇങ്ങനത്തെ സമാനമായത്, അതൊക്കെ ഇതിനോട് ചേർക്കപ്പെടാം. ഏതുപോലെ കഹാലി മുത്താറത്ത് റിജാദിൽ അംനി ഔ റിജാദിൽ ഹിസ്ബത്തി അഹദിൽ മുജരിമീൻ, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഒരു കുറ്റവാളിയെ പിടിക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഒരു സൈനിക ഓപ്പറേഷൻസ് ഉണ്ടാവും. അവിടേക്ക് ചിലപ്പോൾ അവർക്ക് കിബിലൊന്നും നോക്കാൻ പറ്റൂല. അപ്പോൾ ഒരു കുറ്റവാളി ഇങ്ങനെ അയാൾ വരുവും കാത്തിങ്ങനെ നിൽക്കുകയാണ്, ഒരാളെ പിടികൂടാൻ വേണ്ടി കാത്തിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നപ്പോൾ ഇവരെ കിബില നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി ഒരു രക്ഷപ്പെട്ടു പോകും. അപ്പോൾ അത് പറ്റൂല, അവിടെ ഈ അളവ് അവർക്ക് ലഭിക്കും. അപകടകരമായ ഒരു തീപിടുത്തമുണ്ടായി. അപ്പോൾ അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ അവരവിടെ തീ അണക്കാൻ വേണ്ടി ചിലപ്പോൾ മണിക്കൂറുകൾ നീണ്ട ഒരു ദൗത്യം നിർവഹിക്കേണ്ടി വരും. അതിനിടയിൽ അവർക്ക് കിബിലൊക്കെ നോക്കി അങ്ങനെ നിസ്കരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് തീപിടുത്തത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കും. وكحال متابعة العاملين في مكافحة المخدرات لمروج المخدرات ونحو ذلك. ഈ പിന്നെ എന്താണ് പറയുക, മയക്കുമരുന്നുകളൊക്കെ ലഹരി വസ്തുക്കൾ അതിനൊക്കെ പിടികൂടാൻ അതിനൊക്കെ തകർക്കാൻ ശ്രമിക്കുന്ന അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ആധുനികമായ മേഖലകളുണ്ടാകും. ആ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ ഒരു പക്ഷേ ഇത്തരം ചില എമർജൻസി കേസുകൾ വരും. അത്തരം രംഗത്തൊക്കെ ഒരു പക്ഷേ കിബില നോക്കാതെ നിസ്കരിക്കേണ്ടി വരും.
അതൊക്കെ ഇതിനോട് ഖിയാസാക്കാം. ഇത് ഫർദ് സുന്നത്തല്ല, ഫർദിൻ്റെ കാര്യം. ഇനി 1531 ഇനി അടുത്തൊരു ഈ വിഷയം കഴിഞ്ഞു. അപ്പം ഖിബില നിർബന്ധമാണ് എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. ഖിബില നിർബന്ധമാണ്, ഫർദാവട്ടെ സുന്നത്താവട്ടെ ലോകത്തെവിടെയാവട്ടെ ഒരാൾക്ക് ഖിബില നിർബന്ധമാണ്. അതാണ് അസ്ലി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു ഫഇന്നമാ തുവല്ലു എന്താണ് ഇന്നമാ കുൻതും ഫവല്ലു വുജൂഹക്കും ശത്റ, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ തിരിക്കണം. ഇതാണ് അസ്ലി നിയമം. അപ്പോൾ എപ്പോഴും അത് നിർബന്ധമാണ്. ഇനി അതിൽ നിന്ന് എവിടെയെങ്കിലും ഇളവുണ്ടോ, അതാണ് ഇപ്പോൾ ഇതിലെ പറഞ്ഞു. ഓക്കെ, യാത്രക്കാരായ ആൾക്ക് സുനിസ്കാരത്തിന് ഇളവുണ്ടോ, അല്ലാത്തവർക്ക് ഏത് സമയത്ത് ഇളവുണ്ടോ, ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ നടന്നത്. ഇനി ഖിബിലക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതാണ് അടുത്ത മസല. പടിഞ്ഞാട്ട് തിരിഞ്ഞാൽ മതിയോ, അല്ല കറക്റ്റ് കഅബയുടെ ഭാഗത്തേക്ക് ആകണമോ, അത് ലോകത്തിലെ പല ഭാഗത്തു നിന്നാകുമ്പോൾ എങ്ങനെയാണ് അയാൾക്കത് കൃത്യമായി കിട്ടുക, അതാണ് ഇനി വരുന്ന ചർച്ചകൾ. ഇദാ കാനൽ മുസല്ലി യുശാഹിദുൽ കഅബ ലസിമഹു സ്വലാത്തു ഇലാ ഐനിഹാ, ഒരു നിസ്കരിക്കുന്ന ആൾ കഅബയെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് എങ്കിൽ, നിസ്കരിക്കുന്ന ആൾക്ക് 3 അവസ്ഥ ഉണ്ടാവും പ്രധാനമായും, അല്ലെങ്കിൽ 4 അവസ്ഥ. ഒന്ന്, കഅബയുടെ തൊട്ട് മുമ്പ് വെച്ച് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ തന്നെ കഅബ കണ്ടുകൊണ്ട് അയാൾ നിസ്കരിക്കുന്നു, അതൊരവസ്ഥയാണ്. 2, മസ്ജിദുൽ ഹറാമിൽ തന്നെയാണ് പക്ഷെ കഅബ അയാൾ കാണുന്നില്ല. അതിന് പല ഭാഗത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കഅബ എവിടെ നിന്ന് പിടുത്തം കിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരുപാട് വികസന പ്രവർത്തനം നടക്കുമ്പോൾ ഏത് ഭാഗത്താണ് പോലും ചിലപ്പോൾ പിടുത്തം കിട്ടില്ല, നേരെ ജിഹത്ത് വരെ മാറിപ്പോണ സാഹചര്യങ്ങൾ ഉണ്ടാവും. അതാണ് രണ്ടാമതൊന്ന്. 3, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ, കഅബ കാണുന്നില്ല എന്നാലും മക്കയുടെ തൊട്ട് പരിസരത്തുള്ള പ്രദേശങ്ങളൊക്കെ. 4, വിദൂരമായ അന്യനാടുകളിൽ നിന്നൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ. ഇവർക്കൊക്കെ കഅബയിലേക്ക് തിരിയൽ നിർബന്ധമാണ്, അടിത്തർക്കമില്ല. ലോകത്ത് എവിടെ പോയാലും നിങ്ങളൊക്കെ കഅബയിലേക്ക് തിരിയണം എന്നുള്ള ഖുർആനിൽ പറഞ്ഞു, അത് നിർബന്ധമാണ്. അപ്പോൾ ഈ നിസ്കരിക്കുന്ന ഒരാൾ ഇദാ കാന അൽ മുസല്ലി യുശാഹിദുൽ കഅബത, നിസ്കരിക്കുന്നവൻ കഅബയെ കാണുന്നുവെങ്കിൽ ലസിമഹു സ്വലാത്തു ഇലാ ഐനിഹാ, ആ കഅബയിലേക്ക് തന്നെ തിരിയൽ നിർബന്ധമാണ്. ഐനുൽ കഅബ ഔ ഐനുൽ ഖിബ്ല, 2 ഐറ്റമാണ് പറയുന്നത്. ഐനുൽ ഖിബ്ല, 2 ജിഹത്തുൽ ഖിബ്ല. ഐനുൽ ഖിബ്ല, ജിഹത്തുൽ ഖിബ്ല. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഏതാണ്ട് ഒരു നോക്കി ചെയ്യാം. ഇന്നിപ്പോൾ പിന്നെ ഫോണിലൊക്കെ സൗകര്യം വന്നു, നമ്മൾ വെച്ച് നോക്കിയാൽ കറക്റ്റ് കിട്ടും. അതൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ അടുത്ത കാലം വരെ ചെയ്തതും ഇന്നും ചിലപ്പോൾ അതൊന്നും നോക്കാതെ ചെയ്ത് നോക്കുന്നതാണ്. ഏതാ നമ്മൾ പടിഞ്ഞാറ് ഭാഗം നോക്കും, അല്പം വലത്തോട്ട് തെറ്റും, ഇതാണ് ഇങ്ങനെയാണ് ഖിബ്ല എന്ന് നമ്മളാണ് തീരുമാനിച്ചിട്ടാണ് സാധാരണ നിസ്കരിക്കുക. എന്നാൽ പള്ളി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ല. പള്ളി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ രംഗത്ത് പരിചയമുള്ള ആളുകൾക്ക് അന്വേഷിച്ച് ഓരൊക്കെ കൊണ്ടുവന്ന് 2, 3, 4 ആളെ കൊണ്ട് നോക്കിച്ച് കറക്റ്റ് ഖിബ്ലൻ്റെ ആ ഡയറക്ഷൻ തന്നെ നോക്കി ഉറപ്പെടുത്തിയിട്ടാണ് മെഹ്റാബ് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത്. കാരണം ഒരുപാട് മനുഷ്യന്മാർ നിസ്കാരം നടക്കാനുള്ളതാണ്. അപ്പോൾ ഓലൊക്കെ വരുമ്പോൾ ഓല് നോക്കണം എന്താണ്, ഇതേ നോക്കുള്ളൂ. ഇവിടെ നിസ്കരിക്കാൻ എല്ലാവരും ഇനി ഇവിടെ മൊബൈൽ വെച്ച് നോക്കിയാണ്ട് ഈ പള്ളിൻ്റെ ഖിബ്ല ശരിയാണോ എന്ന് ആരും ചെക്ക് ചെയ്യൂല. നമ്മൾ ഏത് പള്ളിക്ക് നമ്മൾ എന്താ ചെയ്യുക, മെഹ്റാബ് കണ്ടാൽ നോക്കും. അല്ലെങ്കിൽ പുറത്താണെങ്കിൽ പോലും അവിടെ ഒരു എന്തെങ്കിലും അടയാളം ഉണ്ടാവും ഇങ്ങനെ ഖിബ്ലന്നിട്ട്, അത് കണ്ടാൽ നമ്മൾ തിരിഞ്ഞാണ്ട് നിസ്കരിക്കും. പിന്നെ അവിടെ വേറെ നോക്കാൻ പോകില്ല. കാരണം അതൊരു തെളിവാണ്. ഒരു പള്ളിക്ക് അങ്ങനെ ആ നാട്ടിലെ പള്ളിയിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാ മുസ്ലിമീങ്ങളും അത് ഉപയോഗിച്ച് പോകുന്നു. പഞ്ഞിപ്പോൾ തെറ്റാൻ സാധ്യത കുറവാണ്. അപ്പം ഇങ്ങനെ ഇതാണ് ജിഹത്തുൽ ഖിബ്ല, ഐനുൽ ഖിബ്ല. ഐനുൽ ഖിബ്ല എന്നാൽ ഒറിജിനൽ കഅബയുടെ കറക്റ്റ് അതേ പൊസിഷനിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കുക. ജിഹത്തുൽ ഖിബ്ല എന്നാൽ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. കഅബ എവിടെയാണോ ആ ഭാഗത്തേക്ക് തിരിച്ചപ്പോൾ കറക്റ്റ് നേരെ പോയാൽ കഅബൻ്റെ ഒരു സൈഡിലേക്കാവാം, കുറച്ച് അപ്പുറത്തേക്കാകാം, കഅബ കിട്ടും. എന്നാൽ കറക്റ്റ് 100% കഅബയുടെ നേർക്കുനേർ തന്നെ ആഘോഷിച്ചാൽ ആയിക്കോളണമെന്നില്ല. അതാണ് ജിഹത്തുൽ ഖിബ്ല. അപ്പോൾ ഈ ജിഹത്തുൽ ഖിബ്ല മതിയോ അതല്ല ഐനുൽ ഖിബ്ല തന്നെ വേണമോ, അത് വലിയ ചർച്ചയാണ്. ചില പള്ളിക്കാരൊക്കെ ഇപ്പോഴും വിളിക്കും, പള്ളിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, പിന്നെ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചിട്ട് പല ആളുകളും വിളിക്കലുണ്ട്. ഓരൊക്കെ നോക്കി ഉണ്ടാക്കി തന്നെയാണ്, പക്ഷേ എവിടെയോ ഒരു തെറ്റി. ചിലപ്പോൾ കയറൊന്ന് കെട്ടിന് പൈസ ആയിരിക്കാം, ഒക്കെ കഴിഞ്ഞ് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് ഫോണിൽ നോക്കുമ്പോൾ ഖിബ്ല തെറ്റിക്കണ്. അങ്ങനത്തെ അവസരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പല 2, 3, 4 ആൾക്കാരൊക്കെ നോക്കിയും അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ മനുഷ്യന്മാരോട് പറയണോ, കാരണം എന്തായാലും അവിടെ മഴത്ത് നടന്നു, ഇനിയിപ്പോൾ ഖിബ്ല തെറ്റിയിട്ടുണ്ടെങ്കിൽ ആകെ വസ്വാസാകും, ആളുകളൊക്കെ പഴയ പ്രസ്താവിക്കും. ഇനിയിപ്പോൾ അതല്ല, ഇതും ഉണ്ടാകുന്നാലോ, തെറ്റി അറിഞ്ഞുകൊണ്ട് പിന്നെ ഈ തെറ്റിക്ക് നിസ്കരിക്കാൻ പറ്റുമോ, അത് വിഷയമാണല്ലോ.
അപ്പം ഇവിടൊക്കെ ഈ ഐനുൽ ഖിബില ജിഹത്തുൽ ഖിബില അതാണ് ഇതിനെ അടിസ്ഥാനം. അപ്പം ഐനുൽ ഖിബില തന്നെ വേണമോ അല്ല ജിഹത്തുൽ ഖിബില മതിയോ, അതാണ് ചർച്ച. അപ്പം നിസ്കരിക്കുന്ന ആൾ കഅബയെ കാണുന്നുവെങ്കിൽ ലസിമഹു സ്വലാത്തു ഇലാ ഐനിഹാ, അയാൾ ആ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കൽ നിർബന്ധമാണ്. പിന്നെ വേറെ അഭിപ്രായങ്ങളില്ല. വഹാദാ മുജ്മഉൻ അലൈഹി, ഇത് ഇജ്മാ ഉള്ള കാര്യമാണ്, അതിൽ തർക്കമില്ല. കഅബ ഇങ്ങനെ കാണുന്നുണ്ട്, കുറച്ച് അപ്പുറത്ത് നിസ്കരിച്ചു, ആ നിസ്കാരം ശരിയാവില്ല. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇബ്നു അബ്ബാസിൽ നിന്ന്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖറജ മിനൽ കഅബ, നബി തങ്ങൾ കഅബയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ സ്വല്ലാ റക്അതൈനി ഫീ ഖിബലിൽ ബൈത്ത്, കഅബയുടെ നേരെ നബി രണ്ടൊക്കെ നിസ്കരിച്ചു. വഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഹാദിഹി അൽ ഖിബല, ഇതാകുന്നു ഖിബല എന്ന് നബി തങ്ങൾ പറയുകയും ചെയ്തു. അപ്പം കഅബന്റെ മുമ്പിൽ, കഅബ നിൽക്കുന്നതിന് മുമ്പിൽ വെച്ച് കഅബയെ കണ്ടുകൊണ്ട് ഒരാൾ നിസ്കരിക്കുകയാണ് എങ്കിൽ പിന്നെ അങ്ങോട്ടും തെറ്റി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. നേരെ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് അയാൾ നിസ്കരിക്കേണ്ടതുണ്ട്. അത് ഒന്ന്. ഇനി മൻ കാന യുഷാഹിദുൽ കഅബത, ഒരാൾ കഅബയെ കാണുന്നുവെങ്കിൽ അജ്സഅഹു, ഒരു മതിയാകും, അൻ യുസീബ അയ്യ ജുസ്ഇൻ മിൻഹാ, കഅബയുടെ ഏതു ഭാഗത്തേക്ക് അയാൾക്ക് കിട്ടിയാലും മതി. കഅബയുടെ ഇന്ന ഭാഗത്തേക്ക് തിരിയണമെന്നില്ല, കഅബ 4 ഭാഗം ഉണ്ടല്ലോ, ആ കഅബയുടെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അയാൾക്ക് പ്രശ്നമില്ല, അത് മതിയാകുന്നതാണ്. വഹാദാ മുജ്മഉൻ അലൈഹി ബൈന ആമ്മത്തി അഹ്ലിൽ ഇൽമി, പൊതുവേ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. ലിഅന്നഹു ഹീന ഇദിൻ മുതവജ്ജിഹുൻ ഇലൈഹാ, അപ്പോൾ അവൻ കഅബയിലേക്ക് തിരിഞ്ഞവനാണ്. അപ്പോൾ ചിലപ്പോൾ കഅബയുടെ നേരെ സെൻറ്ററിലേക്കല്ല, കുഴപ്പമില്ല, കഅബയുടെ ഒരു മൂലമക്കാണ്, കഅബയുടെ സൈഡിലേക്കാണ്, അതൊന്നും കുഴപ്പമില്ല. കഅബയിലേക്കാണ് തിരിഞ്ഞ് കഅബ കാണുന്ന ഒരാൾ, കഅബ ഒരാൾ കാണുന്നു, ആ കഅബൻ്റെ ഏതു ഭാഗത്തേക്ക് അയാൾ തിരിഞ്ഞാലും അയാൾ കഅബയിലേക്ക് തിരിഞ്ഞവൻ തന്നെയാണ്. ലിഅന്നദിൽ ബഅ്ളി ഹുക്മുൽ കുല്ലി, ബഅ്ളിന് കുല്ലിൻ്റെ ഹുക്മാണ് എന്നാണ്. അതൊരു ഖായിദ അസ്ലാണ്, ഒന്നിൻ്റെ പാർട്ട് അതിന് മുഴുവത്തിൻ്റെയും ഹുക്മുണ്ട്. അപ്പം കഅബൻ്റെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു എന്നാൽ കഅബയിലേക്ക് തിരിഞ്ഞു എന്ന് പറയാം. അതാണ്, അത് പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മളൊരാളിങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്, അയാൾ നമ്മളെ ഒളിച്ചെടുക്കുകയാണ്, നമ്മളൊരാളെ തിരഞ്ഞെടുക്കുന്നു, അയാൾ നമ്മളെ കാണാതെ മാറി എടുക്കുകയാണ്, അയാളുടെ മുഖം നമ്മളിങ്ങനെ കണ്ടുമല്ലേ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ വാതിൽ ജനലുള്ളതായി ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, നമ്മൾ പെരയ്ക്ക് തന്നെ അയാൾ. അപ്പോൾ പെണ്ണുങ്ങൾ മുമ്പിലൂടെ ഇല്ലല്ലോ, നമ്മളിങ്ങനെ ജനലെ കൂടെ നോക്കുമ്പോൾ വലിയ ഒരു മുഖം അവിടുന്ന് കണ്ടു, ആ ഞാൻ അയാളെ കണ്ടു പറയും. അയാളെ കണ്ടേക്കണോ? ഇല്ല, അയാളുടെ മുഖം മാത്രമേ കണ്ടു. പക്ഷെ ബഅ്ള് മതി, ബഅ്ള് കണ്ടാൽ കുല്ല് കണ്ടു, അത് ബഅ്ളിന് കുല്ലിൻ്റെ ഹുക്മുണ്ട്. അതാണ് അന്ന ലിൽ ബഅ്ളി ഹുക്മുൽ കുല്ലി, ബഅ്ളിന് കുല്ലിൻ്റെ ഹുക്മുണ്ട്. അപ്പോൾ അയാളെ ഉണ്ട് ഉറപ്പായി, അയാൾ ഇവിടെ ഇല്ല, അയാൾ തല മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയില്ലല്ലോ, അയാൾ ഉണ്ട്. അപ്പോൾ ബഅ്ളിന് കുല്ലിൻ്റെ ഹുക്മുണ്ട് എന്നാണ്. അല്ല, അതാവില്ല, അതുകൊണ്ട് ദിശ ഇട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോഴേക്ക് എവിടുന്നും കാണാമല്ലോ, ദിശ നോക്കേണ്ട കാര്യമില്ലല്ലോ, ഒക്കെ വരും. ഇനി 1533 ഇതാ തസാബത്തിൽ മസാഫത്തു ബൈന ബലദിൻ മിനൽ ബുൽദാൻ വബൈന മക്കത്തിൽ മുക്കറമ മിൻ ജമീഇൽ ജിഹാദ്. ഇനി ഒരു നാട്, ആ നാടിൻ്റെ ഏതു ഭാഗത്തുനിന്നും കഅബയിലേക്ക് ഒരേപോലെ ദൂരമുള്ളതാണ്. അത് ഇപ്പം മക്ക കഅബ എങ്ങനെയാണല്ലോ, കഅബ സെൻറ്ററിൽ ചുറ്റുഭാഗം മക്ക നാട്, അപ്പോൾ അവിടുന്ന് കിഴക്കും പടിഞ്ഞാറൊന്നുമില്ല, പിന്നെ എവിടെ നിന്ന് തിരിഞ്ഞാലും കഅബൻ്റെ ഭാഗത്തേക്കാണ്. അതേപോലെ അപ്പുറത്തുള്ള നാട്, ആ നാടിൻ്റെ ഏത് ഭാഗത്തുനിന്നും കഅബയിലേക്ക് ഒരുപോലെയാണ് എങ്കിൽ എങ്ങനെ ഹാദൽ ബലദു, ഈ നാടാണ് ഫിൽ ജിഹത്തിൽ മുഖാബിലത്തിൽ കഅബത്തി, കഅബയോട് നേർക്ക് നിലപെടുന്ന ഭാഗത്താണ്, മേൽക്കൂളത്തിൽ അർളിയ ഭൂഗോളത്തിൽ, എങ്കിൽ ഫഇന്നൽ മുസല്ലി യസ്തഖ്ബിലു അയ്യ ഇത്തിജാഹിൻ യുരീദ്, നിസ്കരിക്കുന്ന ആൾക്ക് ഏതു ഭാഗത്തേക്കും തിരിയാം. നമ്മൾ ഹറമിച്ചത് അങ്ങനെയാണല്ലോ, ഹറമിച്ച നമ്മൾ കഴിക്കും പിടിഞ്ഞാറും നിൽക്കും പടക്കുന്നില്ലല്ലോ, ചുറ്റുഭാഗം സൊഫുണ്ടാവും, ചുറ്റുഭാഗത്ത് ഇങ്ങനെ സൊഫിക്കും, എവിടെ പോയാലും നമുക്ക് ആ സൊഫിലേക്കാണ്ട് നിൽക്കാം. അപ്പോൾ ഇവിടെ ആൾ നിസ്കരിക്കുമ്പോൾ അവിടുത്തെ ആൾ നേരം നമുക്ക് ഇങ്ങോട്ട് നിൽക്കുന്നുണ്ടാവും, അത് കുഴപ്പമില്ല, കഅബയിലേക്കാണ് തിരിക്കുന്നത്. എന്നതുപോലെ നാടുണ്ടെങ്കിൽ ആ നാട്ടിൽ നിസ്കരിക്കുമ്പോൾ അതേപോലെ ഏത് ഭാഗത്തേക്കും അയാൾക്ക് തിരിയാം.
لأنه يكون مستقبل القبلة في كل الاتجاهات. കാരണം ഏത് ഭാഗത്ത് തിരിഞ്ഞാലും അയാൾ കഅബയിലേക്ക് തിരിഞ്ഞവനാണല്ലോ. ഇനി ഇദാ കാന മുസല്ലി ബഈദൻ അനിൽ കഅബ, നിസ്കരിക്കുന്ന ആൾ കഅബയിൽ നിന്ന് വിദൂരത്തായവനാണ്. നമ്മളൊക്കെ ഇപ്പം നമ്മളൊക്കെ നിസ്കരിക്കുന്നു പെടുന്നത്, നമ്മളും കഅബയും തമ്മിൽ ഏതാണ്ട് 3000-3500 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്, ദൂരമുണ്ട്. എങ്കിൽ അജ്സഅഹു അത്തവജ്ജുഹു ഇലാ ജിഹതിഹാ, കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതിയാകും. കറക്റ്റ് പൊസിഷൻ തന്നെ ഒത്തു കിട്ടിക്കോളം നിർബന്ധമില്ല. കഅബയുടെ ആ ഭാഗം അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാൽ തന്നെ അവിടെ നിസ്കാരം സ്വയപ്പം അങ്ങനെ നിസ്കരിച്ചു. നേരെ അങ്ങനെ പോകുമ്പോൾ കറക്റ്റ് കഅബമക്കല്ല, അല്പം ഒരു സൈഡിലേക്കാണ്, കുഴപ്പമില്ല. നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്. ലിൽ ആയത്ത് സാബിഖ, അത് നേരത്തെ പറഞ്ഞ ആയത്താണ്. അത് തെളിയിക്കുക എന്താണ്? ശത്തുറഹു എന്നാണ്. ഫവല്ലു വുജൂഹക്കും ശത്തുറ, അതിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ തിരിയുക എന്നാണ് ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി. വലിമാ സബത അൻ ഉമറ വഅലിയിൻ അന്നഹുമാ ഖാലാ, ഉമർ ഖത്താബിൽ നിന്നും അലി ഇബ്നു അബീ ത്വാലിബിൽ നിന്നും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന റിപ്പോർട്ടുമുണ്ട്. അതെന്താ? രണ്ടുപേരും പറഞ്ഞു, മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ലത്തുൻ. മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ല, കിഴക്കിനും പടിഞ്ഞാറും ഇടക്കുള്ളതെല്ലാം ഖിബ്ലയാകുന്നു. കിഴക്കിനും പടിഞ്ഞാറും ഇടക്കുള്ളതെല്ലാം ഖിബ്ലയാകുന്നു. അപ്പം നമ്മളിപ്പോൾ പടിഞ്ഞാട്ടേക്കാണ്, ഈ ഭാഗത്ത് ഇങ്ങനെ പടിഞ്ഞാട്ടേക്ക് അങ്ങനെ പോയി പോയി കഅബയിലേക്ക് എത്തും. കഅബന് അപ്പുറമുള്ളവരോ കൈക്കോട്ടിരി. അപ്പം ആ കിഴക്ക് മുതൽ ഈ പടിഞ്ഞാറ് വരെ ഇതെല്ലാം ഖിബ്ലയാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നു. ഇപ്പോൾ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാട്ടേക്ക് ഇരുന്നു, മറ്റൊരു പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്നു, ഒരു അവിടുന്ന് കിഴക്കോട്ട് തിരിയുന്നു. മദീനയും ആ ഭാഗത്തേക്ക് വരുന്ന മദീനത്തെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് കിഴക്കും പടിഞ്ഞാറും പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് കിഴക്കും പടിഞ്ഞാറാകും, അങ്ങേപ്പുറത്തുനിന്നാണെങ്കിലോ തെക്കും വടക്കുമാവും. അതാണ്. അപ്പം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഉള്ളതെല്ലാം ഖിബ്ലയാകുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ ഖത്താബും പറഞ്ഞായി സ്ഥിരപ്പെട്ടു വന്നു. അപ്പം അതുപ്രകാരം ഐനുൽ ഖിബ്ല തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. നേരെ മറിച്ച് ജിഹത്തുൽ ഖിബ്ല കിട്ടിയാലും നിസ്കാരം സ്വഹിയാകുന്നതാണ്. ഫിഖിൽ വലിയൊരു കാര്യപ്പെട്ടൊരു ചർച്ചയാണതൊക്കെ. അപ്പം അങ്ങനെ ഒരു ഇവിടെ കഴിഞ്ഞപ്പോഴാണ് ഒരു പള്ളി ഉണ്ടാക്കി, പിന്നെ ഇതൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ഒരു പോയിന്റ് വ്യത്യാസമൊക്കെ ഉണ്ട്. അത് പിന്നെ ഒരു കാര്യമാക്കേണ്ടതില്ല. പള്ളിയൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ കൊല്ലങ്ങൾ നിസ്കരിച്ച് പിന്നെയാണ് ഒരു ഫോണൊക്കെ വന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു പോയിൻ്റൊക്കെ വ്യത്യാസം. അതിനിപ്പോൾ അവിടെ പറഞ്ഞ അവിടെ വലിയൊരു വിത്തനം ഉണ്ടാകാൻ കാരണമാകണോ? വേണ്ട, അതിന് പ്രത്യേകിച്ച് ബേജാറാകാനൊന്നും ഇല്ല. ഫഹാദാനിൽ അസറാനി, ഈ രണ്ട് അസറുകൾ, ഇത് രണ്ടും ഉമർ ഖത്താബ് എന്ന അസറും അലി ഇബ്നു അബീ ത്വാലിബ് എന്ന അസറും, ഇത് രണ്ടും യദുല്ലാനി അറിയിക്കുന്നു അലാ അന്നഹു ലൗ മാല യമീനൻ ഔ ശിമാലൻ അനിൽ കഅബ, കഅബയിൽ നിന്ന് വലത്തോട്ട് ഇടത്തോട്ട് ഒരാൾ അല്പം ചെരിഞ്ഞാൽ അന്നദാലിക യുജ്സിഉഹു, അതവന് മതിയാകും. ഇദാ ലം യൻഹരിഫ് ഇൻഹിറാഫൻ കാമിലൻ അൻ ജിഹത്തിൽ കഅബ, കഅബയുടെ ഭാഗത്ത് നിന്ന് പരിപൂർണമായും തെറ്റിയിട്ടില്ലെങ്കിൽ. പിന്നെ നിസ്കരിച്ച് നോക്കുമ്പോൾ കഅബ ഒരു ഭാഗത്ത് നിസ്കരിച്ച അങ്ങേ ഭാഗത്തേക്കാണ്, അത് പറ്റൂല. എന്നാൽ കഅബയ്ക്ക് നേരെ തിരിഞ്ഞ ഒരാൾ നോക്കുമ്പോൾ കഅബിന് അല്പം വലത്തോട്ടാണ് അല്ലെങ്കിൽ അല്പം ഇടത്തോട്ടാണ്, എന്നാലും അത് മതിയാകാൻ ജിഹത്തുൽ കഅബ, ജിഹത്തുൽ ഖിബ്ല അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഫമൻ മാല എന്നൊരാൾ തെറ്റി ഐനുൽ ഖിബ്ല, ഐനുൽ ഖിബ്ലയിൽ നിന്ന് ഒരാൾ തെറ്റി യമീനൻ ഔ ശിമാല, വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റി, വലം യൻഹരിഫ് ഇൻഹിറാഫൻ കാമിലൻ അൻ ഖിബ്ല, എന്നാൽ ഖിബ്ലയിൽ നിന്ന് പരിപൂർണമായും തെറ്റിയിട്ടുമില്ല എങ്കിൽ സ്വഹത്ത് സ്വലാത്തുഹു, ആ നിസ്കാരം സ്വഹിയാണ്. ഇദാ കാന ദാലിക അൻ ഇജ്തിഹാദിൻ, ആ തെറ്റിയത് ഒരു ഇജ്തിഹാദ് അടിസ്ഥാനത്തിലാണെങ്കിൽ, കൽപ്പിച്ചു തെറ്റിയാണെങ്കിലോ പറ്റൂല. അയാളുടെ സ്ഥലത്ത് നിസ്കരിക്കാൻ വന്നു, അയാൾക്ക് ഏത് ഭാഗത്തേക്കാണ് പിന്നെ ഖിബ്ല എന്നൊരു പിടുത്തമില്ല. അപ്പോൾ അയാൾ ഏതാണ്ട് സൂര്യൻ്റെ നേരിലും അതേപോലത്തെ മറ്റു ചില അടയാളങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ അയാൾ ഏതാണ്ട് ഇങ്ങനെ മനസ്സിലാക്കി ഇന്ന ഭാഗത്തേക്കായിരിക്കും അയാൾ തിരിഞ്ഞ് നിസ്കരിച്ചു. പിന്നെ നോക്കുമ്പോൾ അത് അല്പം തെറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. അതാണ് ഇജ്തിഹാദാണ്, ആ ഇജ്തിഹാദാണ്, അല്ലാതെ മറ്റേ ഇജ്തിഹാദല്ല. അയാൾ മാക്സിമം അയാൾ പരിശ്രമിച്ചിട്ട് അയാൾക്ക് ബോധ്യപ്പെട്ടൊരു ഭാഗം അയാൾ ആ ഭാഗത്തേക്ക് നിസ്കരിച്ചു. പിന്നെ നോക്കുമ്പോൾ അത് അല്പം വലത്തോ എടുത്തോക്കെ തെറ്റിയതായിരുന്നു എങ്കിലൊന്നും പ്രശ്നമില്ല.
സൂക്ഷ്മത കാണിക്കുന്നതിൽ അയാൾ അല്പം വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അയാൾ ഭയങ്കരമായി സൂക്ഷ്മത കാണിച്ചിട്ടില്ല. അയാളെങ്ങനെ നോക്കി, അപ്പോൾ സൂര്യൻ ആ ഭാഗത്തുണ്ട്, നേരൊക്കെ ഇങ്ങോട്ടുണ്ട്, അപ്പം തന്നെ പടിഞ്ഞാറ്, അഞ്ച് പടിഞ്ഞാറ് ദേശം വലത്തോട്ട് തെറ്റിയാൽ മതിയല്ലോ, അത് തെറ്റാൻ നിസ്കരിച്ചു. അല്ലാതെ അങ്ങനെ ഒരു ഭയങ്കരമായ സൂക്ഷ്മത കാണിച്ച് അത്രയും ഉറപ്പെടുത്തിയിട്ട് അല്ല അയാൾ നിസ്കരിച്ചത്. എന്നാലും ശരി, ആ നിസ്കാരം മതിയാകും. എന്നാൽ അമ്മാലോ തഅമ്മദൽ ഇൻഹിറാഫ, എന്നാൽ അയാൾ ബോധപൂർവം തെറ്റി അമ്മ അദ്ദാ ഇലൈഹി ഇജ്തിഹാദുഹു ഔ തഹദീഹി, അവൻ്റെ ആ ഗവേഷണം അതുവഴി കിട്ടിയ ഭാഗത്തുനിന്ന് ഓൻ തിരിഞ്ഞു. ഓന് ലക്ഷണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓനെ ഏതാണ് മനസ്സിലായി, ഇങ്ങോട്ടാണ് അതിപ്പോൾ നോക്കണം, ഇപ്പോൾ എവിടേക്കാണ് ഇപ്പം എന്താ എന്ന് പറഞ്ഞ് ഓൻ കുറച്ച് അപ്പുറത്തേക്ക് തിരസ്കരിച്ചു. അത് പറ്റൂല. ഫഇന്ന സ്വലാത്തുഹു ലാ തസ്ഹി, അപ്പോൾ നിസ്കാരം സ്വഹിയാവുകയില്ല. വലൗ കാനൽ ഇൻഹിറാഫു യസീറൻ, ആ തെറ്റിയത് കുറച്ചാണെങ്കിലും ശരി. കാരണം എന്താ, അന്നഹു തഅമ്മദൽ ഇൻഹിറാഫ അൻ ഐനിൽ ഖിബ്ല, കാരണം ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് ഐനുൽ ഖിബ്ലയിൽ നിന്ന് അയാൾ തെറ്റൽ മനഃപൂർവ്വം ചെയ്താണ്. അയാൾ ഖിബ്ലയ്ക്ക് വേണമെന്നില്ല, അയാൾ ഖിബ്ല പരിഗണിച്ചിട്ടില്ല. അയാൾ ഖിബ്ലയുടെ ഭാഗമൊക്കെ നോക്കിയിട്ട് മനസ്സിലായത് പരിഗണിക്കാതെ അയാൾ ദേശം തെറ്റിസ്കരിച്ചാൽ അതിനർത്ഥം എന്താണ്, അയാൾക്ക് ഖിബ്ല വേണമെന്ന് അയാൾക്ക് ഇങ്ങനെ ഒരു നിർബന്ധമില്ല എന്നാണല്ലോ. അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹിയാവുകയില്ല. ഫഹുവ കമൻ തഅമ്മദൽ മൈല ഖലീലൻ അനിൽ കഅബത്തി വഹുവ യുശാഹിദുഹ, കഅബ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ബോധപൂർവം കുറച്ചപ്പുറത്ത് തെറ്റിസ്കരിച്ചാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഇയാൾ കഅബ കാണുന്നുണ്ട്, കഅബയുടെ കണ്ടോട്ടെ, എനിക്ക് പറ്റുന്നാവില്ല എന്ന് കുറച്ച് അപ്പുറത്ത് നിസ്കരിച്ചു. അതുപോലെ തന്നെയാണ് ഇയാൾ ഇജ്തിഹാദ് ചെയ്തു, റിസർച്ച് നടത്തി, പക്ഷേ ആ ഗവേഷണത്തിൽ അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടും അയാൾ അതിന് മാറി എങ്കിൽ അത് രണ്ടുപേരും ഒരുപോലെയാണ്. ഇനി 1535 മൻകാന ഖരീബൻ മിനൽ കഅബ, അപ്പോൾ ഒരവസ്ഥ കഅബ കാണുന്ന ഒരാൾ, രണ്ടാമത് പറയുന്നത് കഅബയിൽ നിന്ന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ, മൂന്നാമത് പറയുന്നത് കഅബയിൽ നിന്ന് വിദൂരമായ ഒരാൾ. ഇനി നാലാമത് മൻകാന ഖരീബൻ മിനൽ കഅബ, കഅബയുടെ അടുത്തുള്ള ഒരാൾ, പക്ഷേ വലാകിൻ ഹാല ബൈനഹു വബൈനഹ ഹായിലുൻ, അവനും കഅബക്കുമിടയിൽ ഒരു മറയുണ്ട്, കഅബ കാണുന്നില്ല, മസ്ജിദ് ഹറാമിലാണ്, കഅബ കാണുന്നില്ല. അതിന് തൊട്ടപ്പുറത്തെ ഒരു പള്ളിയിലോ ഫ്ലാറ്റ് നിസ്കരിക്കുകയാണ്, പക്ഷെ അവന് കഅബയുടെ അടുത്താണ്, പക്ഷെ കഅബ അവൻ കാണുന്നില്ല. എങ്കിൽ അജ്സഅഹു അത്തവജ്ജുഹു ഇലാ ജിഹതിഹാ, കഅബയുടെ ഭാഗത്തേക്ക് തിരിയൽ അവന് മതിയാകും. ലിഅന്നഹു യശുഖു അലൈഹി ഇസാബത്തു ഐനിഹാ, കാരണം കഅബ നേരെ കറക്റ്റ് കിട്ടുക എന്നുള്ള അവന് പ്രയാസമാണ്. ലിഅദമി റുയതിഹി ലഹാ, കഅബ കാണില്ലല്ലോ, അതുകൊണ്ട് ഏതാണ്ട് കഅബയുടെ ഭാഗം നോക്കി ആ ഭാഗത്തേക്ക് അവൻ തിരിഞ്ഞാൽ മതി. ഫഅജ്സഅഹു അത്തവജ്ജുഹു ഇലാ ജിഹതിഹാ കൽ ബഈദ്, ദൂരത്തുള്ളവനെ പോലെ തന്നെ ഇവനും കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതിയാകുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഖിബിലയ്ക്ക് തിരിയുക, അതിപ്പോൾ പറഞ്ഞത്. ഖിബിലയ്ക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ഇതാണ്, കഅബ എവിടെയാണോ ആ കഅബൻ്റെ ഐനുൽ ഖിബ്ല കിട്ടുമോ ഐനുൽ ഖിബ്ല തന്നെ സ്വീകരിക്കുക. ഐനുൽ ഖിബ്ലയ്ക്ക് കിട്ടാൻ വഴിയിലെ ജിഹത്തുൽ ഖിബ്ല കിട്ടിയാലും അത് മതി. ഇനി മറ്റൊരു വിഷയം, ഇലാ ഖഫിയത്തിൽ ഖിബ്ല, ഖിബ്ല ഒരാൾക്ക് ഗോപ്യമായി കാണുന്നില്ല, അത് ഖിബ്ല എന്താണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഫിൽ ഹദരി, യാത്രയിലൊന്നുമല്ല, നാട്ടിൽ തന്നെയാണ്, നാട്ടിലാണ്, പക്ഷേ ഖിബ്ല മനസ്സിലാകുന്നില്ല എങ്കിൽ വജബ അലാ മൻ യുരീദു ശുറൂഅ ഫി സ്വലാ അൻ യതയഖന മിൻ ജിഹത്തിൽ ഖിബ്ല, നിസ്കരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അയാൾ ഖിബ്ലയുടെ ഭാഗം ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ്. നാട്ടിലാണെങ്കിൽ അയാൾ യാത്രക്കാരല്ല, നാട്ടിലാണ്, ഒരു സുഹൃത്തിനെ വിട്ട് നിസ്കരിക്കാൻ പോയതാണ്, സുഹൃത്തിനെ വിട്ട് പോയി അവിടെ നിസ്കരിക്കുകയാണ്. അപ്പം ഖിബ്ല എടുക്കാൻ ഒരു പിടുത്തമില്ല, അതിനിപ്പോൾ ചോദിക്കാതെ നിൽക്കണ്ട, തനിക്കാരപ്പണ നിസ്കരിക്കുക, എടുക്കാനും ഇപ്പം എന്താ പറ്റില്ല, അത് അത് ഉറപ്പ് വരുത്തൽ അവന് നിർബന്ധമാണ്. ഫഇൻ സഅല മൻ ഹൗലഹു, ചുറ്റുമുള്ള ഒരാൾ ചോദിച്ചു, ഫഅഖ്ബറഹു സിഖത്തുൻ, അങ്ങനെ വിശ്വസ്തനായ ഒരാളോട് പറഞ്ഞു കൊടുത്തു, റജുലുൻ അവ ഇംറഅ, ആണാവട്ടെ പെണ്ണാവട്ടെ, ബി ജിഹത്തിൽ ഖിബ്ല, ഖിബ്ലയുടെ ഭാഗം പറഞ്ഞു കൊടുത്താൽ അമില ബി ഖൗലിഹി, അവൻ്റെ വാക്ക് പ്രകാരം അമൽ ചെയ്യണം. ഒരാൾ ചോദിച്ചു, അപ്പം പറഞ്ഞതാ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഖിബ്ല, മതി, അത് അതിനൊരു പെണ്ണ് പറഞ്ഞാലും സ്വീകരിക്കാൻ, ആണായിക്കൊള്ളുന്നില്ല. അപ്പം എല്ലാ സാക്ഷ്യത്തിലും ആണ് തന്നെ വേണമെന്നില്ല. രണ്ട് പെണ്ണ് സാക്ഷിക്കുമ്പോൾ അതിൽ ഒരു ആണിൻ്റെ സ്ഥാനത്ത് രണ്ട് പെണ്ണൊക്കെ പറയലോ, അത് എല്ലായിടത്തും ഒന്നുമില്ല.
ചില സ്ഥലത്ത് ആണും പെണ്ണും സാക്ഷ്യത്തിൽ ഒരുപോലെയാണ്. ചില സ്ഥലത്ത് ആണിൻ്റെ സാക്ഷ്യമല്ല സ്വീകരിക്കുക, പെണ്ണിൻ്റെ സാക്ഷ്യമാണ് സ്വീകരിക്കുക. അങ്ങനെയൊക്കെ വരാം. ഒറ്റ പെണ്ണ് പറഞ്ഞാൽ സ്വീകരിക്കും, രണ്ട് പെണ്ണ് പറഞ്ഞാൽ സ്വീകരിക്കും, ആണ് പറഞ്ഞാൽ സ്വീകരിക്കും, ആണ് പറഞ്ഞാൽ സ്വീകരിക്കാതെ പെണ്ണ് പറഞ്ഞാൽ സ്വീകരിക്കും. അതൊക്കെ വരുന്ന വ്യത്യസ്തമായ തരങ്ങളുണ്ട്. അല്ലാതെ മൊത്തത്തിൽ ഇസ്ലാമിൽ അങ്ങനെ ആണിൻ്റെ പകുതി പെണ്ണിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ ഇസ്ലാം മോശമാക്കിയെന്നൊന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ല. അത് തെറ്റാനും മറക്കാനും സാധ്യതയുള്ളിടത്താണ് രണ്ട് പെണ്ണ് അവിടെ പറഞ്ഞത്. അതിന് പൊതുവെ മറവി വരാൻ സാധ്യത കൂടും, അവർക്ക് വ്യത്യസ്തമായ ശാരീരികമായ അവസ്ഥകൾ വരും. അതൊക്കെ ആ ഒരു കുറവ് വരാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു സഹായി വേണമെന്ന് പറഞ്ഞത്. ഇവിടെ കണ്ടോ, ഖിബിലയാണ് ഇപ്പോൾ വിഷയം, നിസ്കാരത്തിൻ്റെ ഷർത്താണ്. അവിടെ പോലും ഒരാണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ശരി അത് സ്വീകരിക്കാം. അമില ബി ഖൗലിഹി, ആ പറഞ്ഞവൻ്റെ വാക്ക് പ്രകാരം അമൽ ചെയ്യണം. ലഅന്നഹു യസിഹുൽ ഇഅ്തിമാദു അലാ ഖബറിൽ വാഹിദി, കാരണം ഖബർ വാഹിദ് മുതവാത്തിറല്ലാത്ത ഹദീസുകൾ ഖബർ വാഹിദ് സ്വീകരിക്കൽ പറ്റും. ഫി റിവായത്തിൽ ഹദീസ്, ഹദീസ് റിപ്പോർട്ടുകൾക്ക് പറ്റുമെങ്കിൽ ഖിബിലൻ്റെ ഭാഗത്തെ കുറിച്ച് പറയുമ്പോഴും അത് നബി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞാലും സ്വീകാരനാണ് അംഗീകരിക്കുമല്ലോ. എങ്കിൽ പിന്നെ ഖിബില എവിടെയാണെന്ന് ഒരാൾ പറഞ്ഞാലും അത് സ്വീകരിക്കാം. ഇനി ഖിബിലയുടെ ഭാഗത്തിന് ഒരാൾ തെളിവായി പിടിച്ചു, മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പള്ളികളുടെ മിഹ്റാബുകളെ ഒരാൾ തെളിവായി കണ്ടു. ഒരു പള്ളിക്ക് വന്ന ഒരൊറ്റ മനുഷ്യനില്ല, ഒരു മനുഷ്യനുമില്ല. ഓൻ നിസ്കരിക്കുകയാണ്. ഓനാകെ ഖിബില നോക്കാൻ പിടിച്ചെന്താണ്? മിഹ്റാബാണ്. മിഹ്റാബ് ഉണ്ട്, ഓൻ ആ ഭാഗത്ത് നിസ്കരിച്ചു. എങ്കിൽ അജ്സഅഹുദാലിക, അവൻ അത് മതിയാവും. അവിടെ നിന്നിട്ട് ഇപ്പോൾ മിഹ്റാബ് ഉണ്ടാക്കി ശരിയാവോ അതോ പഴിച്ചിട്ടുണ്ടാവോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവനോട് ഏൽപ്പിച്ചിട്ടില്ല. ആ പള്ളിയിൽ വന്നു, ഇനി പള്ളിയെല്ലാം പുറത്ത് നിസ്കരിക്കുകയാണ്. ഓൻ മിഹ്റാബ് നോക്കി. ഒരു ഭാഗത്ത് നിസ്കരിക്കുമ്പോൾ പള്ളി പൂട്ടിക്കണ്, ഓൻ പുറത്തോടെ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഓൻ പള്ളിയിലെ മിഹ്റാബൊക്കെ നോക്കി, ആ മിഹ്റാബ് കണ്ടാണ്. അപ്പോൾ ശരി ഖിബില അങ്ങണ്ടായിട്ട് എന്ന് കണക്കാക്കി നിസ്കരിച്ചാലോ അജ്സഅഹുദാലിക, അതവന് മതിയാകും. അപ്പോൾ മുസ്ലിമീങ്ങളുടെ പള്ളികളുടെ മിഹ്റാബുകളെ ഒരാൾ തെളിവായി സ്വീകരിച്ചാൽ അവനത് മതിയാകും. ലിഅന്ന ഇത്തിഫാഖ അഹ്ലി ഹാദൽ ബലദി അലാ മർരിൽ ഉസൂർ, കാരണം ആ നാട്ടുകാർ കാലങ്ങളായി യോജിച്ചിരിക്കുന്നു. അലാ ഇത്തിജാഇ ഹാദിഹിൽ മഹാരീബ്, ഈ മെഹ്റാബുകളുടെ ഈ ദിശയുടെ കാര്യത്തിൽ തലമുറകളായി ആ നാട്ടുകാർ ഏകോപിച്ചു പോകുന്നതാണ്. എങ്കിൽ അത് ഇജ്മാഉം മിൻഹും, ആ നാട്ടുകാരുടെ ഇജ്മാ ആണ്. അലാ ജിഹത്തിൽ ഖിബില, ഖിബിലയുടെ ഭാഗത്തിൻ്റെ കാര്യത്തിൽ ആ നാട്ടുകാരുടെ ഇജ്മാ ആണ്. ഫലാ തജൂസു മുഖാലഫതുഹാ, ഞാൻ അതിനെതിരായി നിൽക്കുക എന്നുള്ളത് പറ്റുകയില്ല. വഹാദാ അജ്മഅ അലൈഹി ആമ്മത്തു അഹ്ലിൽ ഇൽമി, ഈ വിഷയത്തിൽ പൊതുവെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു തെളിവായി സ്വീകരിക്കാം. ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു പള്ളി കണ്ടു, പള്ളിയുടെ മെഹ്റാബ് നോക്കി, മെഹ്റാബിൻ്റെ ദിശ നോക്കി, ആ ദിശ എടുത്തുകൊണ്ട് അവൻ നിസ്കരിച്ചു, അത് മതിയാകും. ഇനി യജൂസുൽ ഇഅ്തിമാദു, അവലംബിക്കൽ അനുവദനീയമാണ്. അലാ ഖബറിൽ ഫാസിഖി, ഒരു തെമ്മാടിയുടെ വർത്തമാനത്തിലും അവലംബിക്കാൻ പറ്റും. വൽ ഗുലാമിൽ മുമയ്യസി, വകതിരിവുള്ള കുട്ടി പറഞ്ഞാലും സ്വീകരിക്കാം. ഫീ ജിഹത്തിൽ ഖിബില, ഖിബിലയുടെ ഭാഗത്ത്. നമ്മൾ വീട്ടിൽ പോയി അവരെ കുട്ടിനോട് ചോദിച്ചാണ് അവിടെ എവിടുക്ക നിസ്കരിക്കുക, ഇപ്പൊക്കെ എവിടുക്ക നിസ്കരിക്കുക, ഒരു കണ്ട നിസ്കരിക്കലേ അത് മതി. ഒരു വകതിരിവുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി മതി. ആ പറഞ്ഞ ആള് ഒരു അത്ര വലിയൊരു മുന്തിയ ആളൊന്നുമല്ല, ഒരു ഫാസിഖാണ്, ഒരു തെമ്മാടിയായ മനുഷ്യനാണ്. എന്നാലും അയാളുടെ വാക്കും ഈ വിഷയത്തിൽ സ്വീകരിക്കാം. എപ്പോൾ? ഇദാ ഗലബ അലൽ-ളന്നി സിദ്ഖുഹുമാ, ഈ കാര്യത്തിൽ ഒരു രണ്ടാളും പറഞ്ഞത് സത്യമാണ് എന്ന് ഏതാണ്ടൊരു മികച്ച ധാരണയുണ്ടെങ്കിൽ. ആള് ഒരു ഓനസ്കാരമൊന്നുമില്ല, എന്നാലും ഖിബില കാണിച്ചൊന്ന് വിചാരിക്കാം മതി. ഒരാ സത്യമാണെന്ന് നമുക്ക് ഏതാണ്ട് ധാരണ ഉണ്ട് എങ്കിൽ അത് മതി. വലം യജിദ് ഗൈറഹുമാ, അവരല്ലാത്തവരെ കിട്ടിയതുമില്ല. ഒരു പറഞ്ഞ സത്യം നമുക്ക് ഏതാണ്ട് 100% യഖീനൊന്നുമില്ല. വലബത്തുൽ തന്നെ മികച്ച ധാരണ അത് ശരിയാണെന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഏതാണ്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ എൻ്റെ ഭാഗത്തേക്ക് തോന്നി ഓൻ പറഞ്ഞതും അത് തന്നെയാണ്. അതല്ലാത്ത ഭാഗമായിട്ടുള്ള ആട് ഇല്ലതാണ് ചോദിക്കാൻ, എങ്കിൽ അത് മതി. കാൻ തകുല ഹാദിഹി ഖിബ്ലത്തുൽ ഫാസിഖ് ഫീ ബൈതിഹി, തെമ്മാടി ഓൻ്റെ വീട്ടിലെ ഖിബ്ല അതാണ്. അപ്പോൾ ഓൻ പറഞ്ഞു ഖിബ്ല അതാണ്, നമ്മുടെ കുട്ടികളൊക്കെ നിസ്കരിക്കലേ എന്ന് പറഞ്ഞാൽ
അത് മതി. യഖീൻ പ്രയാസമാകുന്നിടത്ത് വലബത്തുല്ലന്നെ കൊണ്ട് അമൽ ചെയ്യും. കമാ ഹുവ മുഖററുൻ ഫി ഉസൂലിൽ ഫിഖ്ഹി, അത് ഉസൂലുൽ ഫിഖ്ഹിൽ അംഗീകരിക്കപ്പെട്ട ഒരു നിയമമാണ്. യഖീനുള്ളവർക്ക് യഖീൻ എടുക്കണം. യഖീനിലേക്ക് എത്താൻ വഴിയില്ല എങ്കിൽ എന്ത് ചെയ്യും? അവിടെ പിന്നെ വലബത്തുല്ലന്നെ, മികച്ച ധാരണ എന്താണോ അത് പ്രകാരം അമൽ ചെയ്യുക, അതേ പറ്റുള്ളൂ. അത് പല സ്ഥലത്തും അത് വരും. ഒരു യഖീനിക്ക് വഴിയില്ലെങ്കിൽ പിന്നെ ഏതാണോ നമുക്ക് കൂടുതൽ സാധ്യതയുള്ള നമ്മുടെ ധാരണ അത് പ്രകാരമാണ് അമൽ ചെയ്യേണ്ടത്. 1539 യുഖ്ബലു ഖബറു മസ്തൂരിൽ ഹാൽ, യുഖ്ബലു സ്വീകരിക്കപ്പെടും ഖബറു മസ്തൂരിൽ ഹാലി. ഇനി ഒരാളുടെ അവസ്ഥ എന്താ അറിയില്ല, അവൻ വിശ്വസ്തനാണോ അല്ലേ ഒന്നും അറിയില്ല. ഒരാളെ കണ്ടുകൊണ്ട് ചോദിച്ചു എവിടേക്ക് കഴിച്ചു, അത് കണ്ടാണോ പറഞ്ഞു. ഓനിപ്പോൾ വിശ്വസ്തനാണോ സ്വീകാരനാണോ അത് നമുക്കറിയില്ല, എന്നാലും സ്വീകരിക്കാം. ഇതാ ഓലബലി സിദ്ഖുഹു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ സിദ്ഖ് നമുക്ക് ഒരു ഏതാണ്ട് ഒരു മികച്ച ധാരണയുണ്ടെങ്കിൽ വലം യജിദ് ഗൈറഹു, വേറൊരാളെ കിട്ടിയതുമില്ല എങ്കിൽ അത് സ്വീകരിക്കാം. കഴിഞ്ഞ മസ്അലയിൽ പറഞ്ഞ പോലെ തന്നെ വഅലൈഹി, ഇത് പ്രകാരം ഫഇന്ന മുവല്ലഫി അൽ ഇസ്തിഖ്ബാൽ ഫിൽ ഫനാദിഖി വശുഖഖിൽ മഫ്റൂഷ, ഈ പിന്നെ ലോഡ്ജിൽ ഫ്ലാറ്റിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ റിസപ്ഷൻ സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ ഓരോ നമ്മൾ സാധാരണ ചോദിക്കും ഇവിടെ ലോഡ്ജിൽ എവിടേക്കാണ് നിസ്കരിക്കുക. അപ്പോൾ ഓൻ കാണിച്ചെന്നു ഇതാണ് കിബിലാന്ന് കാണിച്ചെന്നാൽ സ്വീകരിക്കാൻ പറ്റുമോ? പറ്റും. ഓൻ നിസ്കരിക്കലുണ്ടോ, ഓനിപ്പോൾ ഏതാണ് ജാതി, ഓൻ എന്താണ്, ഓന് ദീന് അത് നോക്കേണ്ട ആവശ്യമില്ല, അത് മതി. കാരണം എന്താണ്? ഇല്ല, ഒലമത്തുള്ള മതി. കാരണം അവർ സാധാരണ സാധാരണഗതിയിൽ ഒരു കൃത്യത പാലിക്കുന്ന ആളുകളും അവിടെ വന്ന് താമസിക്കുന്ന ആളുകൾക്ക് പരമാവധി നല്ല സർവീസ് കൊടുക്കാനുമാണല്ലോ നമ്മൾ സാധാരണ നോക്കുക. അവിടെ റൂം എടുക്കുന്ന ആൾക്ക് മാക്സിമം നല്ല സർവീസ് കൊടുക്കാനാണ് അവർ ശ്രമിക്കാറുള്ളത്, വല്ല പറ്റിക്കാനല്ല നോക്കല്. ഓനെ പറ്റിക്കാനെ നോക്കുക, ഓനെ മാക്സിമം നല്ല സർവീസ് കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഇവിടുത്തെ റൂം എടുക്കണം എന്നാണല്ലോ ആ സ്റ്റാഫ് ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വിഷയത്തിൽ പല സത്യമാണ് എന്നാണ് നമുക്കിവിടെ ധരിക്കാവുന്നത്. പലപ്പോഴും അവർ ചിലപ്പോൾ തെമ്മാടികളായിരിക്കാം, ചിലപ്പോൾ ഓന് കള്ളുടിച്ചിട്ടുണ്ടാവും, കഞ്ചാവ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഓൻ എന്താ അവസ്ഥ നമുക്ക് അറിയില്ല, അതുണ്ടാവാം. അത് കാര്യമാക്കേണ്ടതില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് ഏതാണ്ട് ഓനെ പറഞ്ഞത് ശരിയാണ് എന്ന ധാരണ നമുക്ക് ശരിയായി വരികയാണെങ്കിൽ അത് മതി, അവിടെ പ്രശ്നമൊന്നുമില്ല. ഇനി മറ്റൊരു മസ്അല, ഇദാ ഖാലഫ ഇജ്തിഹാദുഹു, ഒരാൾ ഇങ്ങനെയൊക്കെ പരിശ്രമിച്ചു, ഖിബില മനസ്സിലാക്കാൻ വേണ്ടി ഒരാൾ മാക്സിമം ട്രൈ ചെയ്തു, അങ്ങനെ ഓന് മനസ്സിലായി ഇന്ന ഭാഗത്ത് കണക്കിബിലാണ്. ഔ ഖബർ സിഖത്തി, അല്ലെങ്കിൽ വിശ്വസ്തനോട് പറഞ്ഞു ഖിബില ഇന്ന ഭാഗത്തേക്കാണ്. പക്ഷെ ഇത് നോക്കുമ്പോൾ അത് എതിരായി എന്തിനോട്? ഇത്തിജാഹ മഹാരീബി മസാജിദ് മുസ്ലിമീൻ. നോക്കുമ്പോൾ അവിടുത്തെ പള്ളിക്കിലെ മിഹ്റാബ് ഒരു ഭാഗത്തേക്കും, ഓനിങ്ങനെ ആലോചിച്ചുണ്ടാക്കി സൂര്യൻ്റെ ദിശയും നേയിലൊക്കെ ഇവിടെ നോക്കുമ്പോൾ ഓൻ തോന്നി ഖിബില എങ്ങണ്ടാണ്. പള്ളിക്ക് നോക്കുമ്പോൾ മിഹ്റാബ് വേറെ ഭാഗത്തേക്കുമാണ്. അല്ലെങ്കിൽ വിശ്വസ്ത ഒരാൾ പറഞ്ഞത് ഈ മിഹ്റാബുമായി യോജിക്കുന്നില്ല എങ്കിൽ മിഹ്റാബ് സ്വീകരിക്കണമോ ഇവൻ്റെ ഈ ഗവേഷണം സ്വീകരിക്കണമോ? അവിടെ അവൻ സ്വീകരിക്കേണ്ടത് വജബ അലൈഹി അൻ യുഖദ്ദിമ ഇത്തിജാഹ ഹാദിഹിൽ മഹാരീബ്. അപ്പോൾ ആ മിഹ്റാബിൻ്റെ ദിശയാണ് സ്വീകരിക്കുന്നത്, നിർബന്ധമാണ്. കാരണം എന്താ? ലിഅന്ന ഇജ്തിഹാദ് അഹ്ലിൽ ബലദി കുല്ലിഹിം യുഖദ്ദമു അല ഇജ്തിഹാദി ശഖ്സിൻ വാഹിദിൻ. ആ നാട്ടുകാർ മുഴുവനും സ്വീകരിച്ച ഒരു റിസർച്ച്, ഇത് ഇവൻ്റെ മാത്രം റിസർച്ച്. അപ്പോൾ ഏതാണ് സ്വീകരിക്കാൻ നല്ലത്? എല്ലായിടത്തും അവിടുത്തെ മൊത്തം മുസ്ലിമീങ്ങൾ കാലങ്ങളായി നിസ്കരിച്ച് പോണ പള്ളിയാണ്. ഓർക്ക് എല്ലാവർക്കും പയച്ചു ഇന്നത് മാത്രം ശരി ഉണ്ടാവില്ല, എനിക്ക് തെറ്റിദ്ധരിക്കാം, അവരുടേതാണ് ശരി എന്ന് മനസ്സിലാക്കി ആ മെഹ്റാബാണ് അപ്പോൾ അവൻ അസുലായി സ്വീകരിക്കേണ്ടത്. എന്താണെങ്കിലും ഒരാൾ ലോകത്തെവിടെ ചെന്നാലും അവിടെയൊക്കെ അയാൾ നിസ്കരിക്കുമ്പോൾ ഖിബില ശ്രദ്ധിക്കലും ഖിബിലേക്ക് തിരിയലും വാജിബാണ്, നിർബന്ധമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് വായിക്കാനുള്ള ഭാഗം, ഖിബിലക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു, പക്ഷെ പിന്നീട് മനസ്സിലായി ഖിബില അങ്ങണ്ടായിരുന്നില്ല, തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ എന്ത്?
അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. എന്നാണെങ്കിലും ഇതൊക്കെ പരമാവധി സൂക്ഷ്മത പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾക്ക് പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ആമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.